ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് ജോബ് കോളിൽ പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, ഷോക്ക് അബ്സർ ചെക്ക് ചെയ്യുക. ഷോക്ക് അബ്സർ ബുഷ് ചെക്കപ്പ് എന്ന് പറഞ്ഞ ഇതിന് അത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു എരമ്പൽ സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഓട്ടത്തിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ. ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ കോൺസെപ്റ്റ് ചെറിയ ലൂസ് ഉണ്ട്, അതല്ലാണ്ട് ഷോക്ക് അബ്സറിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഫ്രണ്ടായാലും ബാക്ക് ആയാലും കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു എരമ്പിൽ സൗണ്ട് കാണിക്കണമെന്ന് വെച്ചാൽ വണ്ടി മൂളിച്ച സൗണ്ട് വരാം. അത് ഈ മോഡൽ ടയർ ഇട്ടിട്ട് വന്നാണ് മിസ്റ്റേക്കാണ് കേട്ടോ. നിലവിൽ വേറെ അതുമായി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് പരമാവധി ഉപയോഗിച്ച് തീർക്കാം. അതിന് ശേഷം കമ്പനി മോഡൽ സാപ്പർ മോഡൽ യൂസ് ചെയ്യാം, അപ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസിനോടനുബന്ധിച്ച് ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണം, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമുക്ക് തൽക്കാലം തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് CVT ക്ലച്ചാണ്. അതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണം. അത് ഓരോ സർവീസിൽ നമ്മളത് ചെക്ക് ചെയ്ത് പോകണതാണ്. അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. നിലവിൽ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് നമ്മൾ കിടക്കണേ. ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാലും മതി. പിന്നെ നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഉപയോഗമുണ്ട്, നല്ല ലോഡ് വയ്ക്കുന്നുണ്ട്, നൈറ്റൊക്കെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ, ഓട്ടോ ഉള്ള വണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ബെൽറ്റ് ഇങ്ങനെ പൊട്ടിയാൽ പോലും അത് ടേക്കരുത്, മാറ്റി കളഞ്ഞു കേട്ടോ. നോർമൽ ഉപയോഗം ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. അടുത്ത സർവീസിൽ മാറ്റണമെന്നില്ല, നമുക്ക് അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഓരോ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയണം അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ. നൈറ്റൊക്കെ ഓട്ടോ ഉണ്ട്, നല്ല ലോങ് ഓട്ടമാണ്, സമയം എടുത്തേ പിടിച്ചുള്ള ഓട്ടോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ക്ലച്ച് യൂണിറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ബെൽറ്റ് ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റണമെന്നാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞാൽ നമുക്ക് ബെൽറ്റ് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. ബാക്കിയത്തെ ലേബറൊന്നും ഉണ്ടാവില്ല, അതൊക്കെ സർവീസ് പോക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.90 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ, 4 പോകുന്നുണ്ട്, 5 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കേണ്ട ഒരു ടൈമാണ് ബാറ്ററിയുടെ ഒരു ഹെൽത്ത് വെച്ചിട്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. 2023 മോഡലാണ് ബാറ്ററി ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി കേട്ടോ. അപ്പോൾ വലിയ താമസിക്കാണ്ട് കംപ്ലയിൻറ്റ് കാണിക്കും, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കാണിച്ചേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീല് നമ്മൾ അഴിച്ച് നമ്മളതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണതാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ക്ലീനിങ് ഗ്രീസിങ് ഒക്കെ നടത്തും. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഷോക്കിൻ്റെ കേസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേറെ ലീക്കേജ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് ആരംഭം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഴിക്കേണ്ട കേസൊന്നുമില്ല കേട്ടോ, ഉപയോഗിക്കാം. ഈ സൈഡും ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ആക്ഷൻ കുറവൊന്നും കാണിക്കുന്നില്ല, ചെറിയൊരു ലീക്കേജാണ് ആരംഭം കാണിച്ചേക്കണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ രണ്ടിൻ്റെ ഹോൾസെയിൽ മാറ്റേണ്ടതായിട്ട് വരും. നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പറയണം കേട്ടോ. ഫ്രണ്ട് ഫോർക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ പറയണേ, അതനുസരിച്ച് നമുക്ക് ഹോൾസെയിൽ മാറ്റണമെങ്കിൽ അഴിച്ച് ഹോൾസെയിൽ മാറ്റാം. ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗ് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഫോർക്ക് അസംബ്ലി വലിയ താമസിച്ചാണ്ട് ലീക്കേജ് വരും, ഇപ്പോൾ തന്നെ ചെറിയൊരു ലക്ഷണം കാണിക്കുന്നുണ്ട്. അതേപോലെ ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചേക്കാണ് ഇപ്പോൾ നിലവിൽ, ടെസ്റ്റിൽ ഫെയിൽഡ് കാണിച്ചാണ്. അപ്പോൾ സെൽഫൊക്കെ അടിക്കേണ്ടിയും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ വണ്ടിയുടെ ഒരു ആക്ച്വൽ സ്റ്റാറ്റസ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം. നോർമൽ സർവീസിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ ഒക്കെ എസ്റ്റിമേറ്റ് ഞാൻ പേരിനകത്ത് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം.